ഇന്നലെയും പല്ല് പറഞ്ഞു. അതുകൊണ്ട് ഇനി നിൽക്കുന്ന ഒരെണ്ണം കൂടെ ഉള്ളൂ, അങ്ങ് പറിച്ചങ്കാള. അത് ഇന്നലെ അല്ലല്ലോ, മെനഞ്ഞാന്നാ. രാവിലെ ഞാൻ പല്ല് തേച്ചോണ്ടിരിക്കുവാണേ. കുഞ്ഞാ എവിടെ പോവാ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. ഇതൊക്കെ ഞാൻ മേടിച്ചതാണ്, സന്തോഷം കൊണ്ട് വാങ്ങിച്ചതാ കേട്ടോ. ഇത് ഉണ്ണിയപ്പമാണ്, ഇത് വെട്ട് കേക്ക് പത്മ കഫേയിലെ കേട്ടോ. ഇത് ഞാൻ കുഞ്ഞോനും ജാനിക്കുട്ടിക്കും വേണ്ടി വിട്ട് മേടിച്ചതാ, മറന്നുപോയി. ഇനി കൊണ്ടുപോകുന്നു. കാരണം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് മാമിയും ജാനിക്കുട്ടിയും കുഞ്ഞോനും മാമിനും എല്ലാവരുടെ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയായിരുന്നേ. പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല, ഞാൻ അവിടെ വഴി നിന്ന്. അപ്പം ഈ ഉണ്ണിയപ്പം മേടിച്ച കാര്യം ഞാനങ്ങ് മറന്നുപോയി. വേറെ 2 സാധനങ്ങളുണ്ടായിരുന്നു ജാനിക്കുട്ടിക്ക് കൊടുക്കാൻ, അതെടുത്ത് കൊടുത്തിട്ട് ഇനി പോരുന്നു. പിന്നെ ഇനിയിപ്പോൾ നാളത്തേക്ക് അത് കൊള്ളാമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കൊള്ളാതിരിക്കൂലേ, ഒരു ദിവസമൊക്കെ ഇരിക്കുമല്ലോ. അപ്പം ഇന്നത്തെ വലിയ സന്തോഷം എന്താണെന്നൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പേ ഇതേ കണ്ടു, ഇതെല്ലാം ഞാൻ ഇന്ന് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് പൊട്ടാണ്, 10 രൂപ 5 രൂപ അല്ലേ ഇതിന്. പിന്നെ ഒരെണ്ണത്തിന് 10ഉം ഒരെണ്ണത്തിന് 5ഉം കേട്ടോ. ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത പൊട്ട് 10 രൂപ, ബ്രൗൺ പൊട്ട് 10 രൂപ, നെയിൽ പോളിഷ് 20 രൂപ. ഇത് പിന്നെ നമ്മുടെ ആയുധമാണ്, ഷാൾ കുത്തുന്ന ഈ സേഫ്റ്റി പിൻ വെച്ചാ കേട്ടോ. പിന്നെ ഇത് മോനുകുട്ടന് ദേഹം തേക്കാനുള്ള സാധനം. ഇത് ഇന്നലെ തൊട്ട് എന്നോട് വഴക്കാം. ഇതിവിടെ സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചിട്ട് കിട്ടിയില്ല. ഇനിയിപ്പോൾ അവിടെ കയറിയപ്പം അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചാലേ ഇനി ഞാൻ മറന്നു. പിന്നെ ഒരു കീ ചെയിൻ, ഇതെൻ്റെ അലമാരിക്ക് നമ്മൾ ഈ ഇടയ്ക്കല്ലേ അലമാരി വാങ്ങിയത്, അപ്പോൾ അതിന് കീ ചെയിൻ ഇല്ല. ഇത് കൊള്ളാവും. ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എണ്ണം കൂടുതലാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണ്. പിന്നെ ഞാൻ ചിക്കൻ വാങ്ങിച്ചു, 2 കിലോ ചിക്കൻ മേടിച്ചു. പിന്നെ ഇന്നത്തെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് എൻ്റെ കൂടെ +2 പഠിച്ച 2 കൂട്ടുകാരികൾ വന്നു, ഷൈനി നാരായണനും നീതു തോമസും. ഞങ്ങൾ എന്താ പറയുന്നത്, +2 ശേഷം ഞാൻ ഷൈനിയെ ഇടയ്ക്ക് എപ്പോഴും ഒരു തവണയും മറ്റോ കണ്ടിട്ടുണ്ട്. നീതുവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. FBയിൽ കാണാറുണ്ട്, മെസ്സേജൊക്കെ അയക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. അല്ലാതെ ഞങ്ങൾ ഇത്ര വർഷത്തിന് ശേഷം ഇങ്ങനെ നേരിട്ട് കാണുകയാണ്. ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ അറിയില്ല എൻ്റെ പ്രിയങ്ങൾ. അത്രയും എൻ്റെ മനസ്സ്, ഞാൻ ശരിക്കും അങ്ങ് +2 കുട്ടിയായി പോയി കേട്ടോ. അത്രയും എനിക്ക് സന്തോഷമായിരുന്നു. കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മയൊക്കെ കൊടുത്തു വന്നപ്പോഴും പോയപ്പോഴും ഒക്കെ. അപ്പം ഒരുപാട് സന്തോഷമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എൻ്റെ കൂടെ പഠിച്ച എല്ലാ കുട്ടികളും ഒരുമാതിരി എല്ലാവരും തന്നെ നല്ല ജോലിയിൽ, നല്ല പൊസിഷനിൽ, നല്ല സ്റ്റാറ്റസിൽ ജീവിക്കുകയാണ്. വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇതുപോലൊക്കെ ആയിപ്പോയത്. അതൊക്കെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയണേ, ഇന്നത്തെ ഭയങ്കര സന്തോഷമായിരുന്നു. 11:30 ആകുമ്പോൾ നീതു വരുമെന്ന് പറഞ്ഞു. എനിക്ക് ബാങ്കിലൊന്ന് പോകണമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പേ പോയി അതൊന്ന് ശരിയാക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അപ്പം നീതു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നീതുവിനെ വെയിറ്റ് ചെയ്തിരുന്നേ. 12 മണി 12:15 കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വരത്തില്ലായിരിക്കും എന്ന് ഓർത്തിരുന്നു. ബാങ്കിലെ എൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കണമായിരുന്നു. അതായിരുന്നു കാര്യം. പിന്നെ പാസ്ബുക്ക് പതിച്ചിട്ട് അക്കൗണ്ട് തുടങ്ങിയപ്പോഴെങ്ങാണ്ട് പതിച്ച് തന്നതാണ്. അതിനുശേഷം പാസ്ബുക്ക് പതിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് പോകാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പം കണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ബാങ്കിൽ പോയിട്ട് വരാം. അപ്പം അന്നേരം നീതു വിളിച്ചു, ഞങ്ങൾ 5 മിനിറ്റിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. വന്നപ്പോഴാണ് ഷൈനി ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. സന്തോഷം ഇരട്ടിച്ചു, ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ നീതു 10-ാം തീയതി തിരിച്ചു പോവാണ്. നീതുവിന് ഗൾഫിലാണ് ജോലി, നേഴ്സാണ്. അപ്പം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് വന്നതാണ്. ഒക്കെ ഭേദമായി വരുന്നു. അപ്പം അവൾ തിരിച്ചു പോകും 10-ാം തീയതി.
ഇനിയിപ്പം എന്ന് കാണാൻ പറ്റും എന്നൊന്നും അറിഞ്ഞുകൂടാല്ലോ. എൻ്റെ വിവരങ്ങളൊക്കെ അവരൊക്കെ അറിയുന്നത് കൊണ്ട് എന്നോട് നീതു കാണാറുള്ളത് കൊണ്ട് അത്ര ഇതില്ല. പക്ഷെ നേരിട്ട് കണ്ടപ്പം അത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. പിന്നെ വേറെ എന്താ വിശേഷം? ഇന്നത് വലിയൊരു സന്തോഷമായിരുന്നു. അപ്പം നീതു വാങ്ങിച്ചു തന്നതാണ് ഇതൊക്കെ. കണ്ടോ, ഞങ്ങൾ അവിടെ തൊട്ടടുത്ത ബേക്കറിയിൽ പോയി ഞങ്ങൾ 3 പേരുടെ ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിരുന്നു. ഇതൊക്കെ നീതു മേടിച്ചു തന്നതാണ് കേട്ടോ. ഇത് നോക്കണം ജാനിക്കുട്ടിക്ക് കൊടുത്തേ കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചു തന്നതാണ്. ഡയറി മിൽക്കും. പിന്നെ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. മെൻഡോസ് ചിക്കൻ മസാല, പാല്, പിന്നെ കുന്തിരിക്ക, പിന്നെ കുന്തിരിക്കത്തിന്റെ കട്ട. ഇത് കുന്തിരിക്കമല്ല, ഇത് സാമ്പ്രാണിയുടെ കട്ടയാണ്. കുന്തിരിക്കത്തിന്റെ കട്ട എനിക്ക് തോന്നുന്നു അവിടെ ഇല്ല, അത് അങ്ങാടിക്കടയിൽ നിന്നാണ് തോന്നുന്നു അമ്മ വാങ്ങിച്ചത്. അപ്പൊ അത് വേണമെന്ന് മോനിക്കുട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് വെറുതെ ഒരു സന്തോഷത്തിൽ അങ്ങ് മേടിച്ചു. പിന്നെ സോൾട്ട്, ഇത്രയും സാധനങ്ങൾ അവിടുന്ന് വാങ്ങിയത് കേട്ടോ. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇത് ഞാൻ ജാലിക്കുട്ടിക്ക് കൊടുത്തു കേട്ടോ. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? ഏതൊക്കെ സൈസ് ഉണ്ടെന്ന് അറിയാമോ? ഇത് ഡയറി മിൽക്ക് സിൽക്ക് ബബ്ലിയാണ്. ഇതുവരെ ഞാനിത് കഴിച്ചിട്ടില്ല. ഇത് ഞാൻ കഴിക്കും. ഇത് ഡയറി മിൽക്ക് സിൽക്ക് മൗസ് അല്ലേ? അപ്പൊ ഇതെനിക്ക് കൊണ്ടു തന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ള ആളാണ്. പുള്ളിക്കാരിക്കും ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. ഓവറിയിലായിരുന്നു പ്രശ്നം. അപ്പം ട്രീറ്റ്മെൻ്റൊക്കെ നടന്നു, കുഴപ്പമില്ല, മുടിയൊക്കെ വന്നു, ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ആരോഗ്യമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നവരോടും മിണ്ടിയവരോടും ഒക്കെ സന്തോഷം. ഇന്ന് വേറെ ആരെങ്കിലും കണ്ടു? ഇന്ന് വേറെ ഒരാളെ കണ്ടു, ഒരു മോളെ കണ്ടു. മോള് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാനും ഷൈനിയും നീതും കൂടെ ജ്യൂസ് കുടിക്കാൻ പോയെന്ന് പറയില്ല, ആ സമയത്ത് മോളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ബേക്കറിയിൽ. അപ്പം മോള് മുത്തിൻ്റെ പ്രായമാണ്. അവർ മർത്തോമ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ മോള് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ അതൊക്കെ വലിയ സന്തോഷങ്ങളായിരുന്നു. അപ്പം ഞാൻ പോയി മോനിക്കുട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നിർത്താം അല്ലേ? വീഡിയോ ഓടാൻ നോക്കിയതാണ്. എന്നിട്ട് അവൻ മുമ്പ് കേറിയിട്ട് എന്നെ വിട്ടു. അതെന്തിനാ പിന്നെ നീ മത്സരത്തിന് പോകുന്നത്? അല്ല, സാറിനെ ചേർത്ത് നീ മറക്കണം. ഓ, ചെറിയ കുറച്ച് പണികളുണ്ട്, അതുകൊണ്ട് മീൻ വറക്കാൻ വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കൈക്ക് ഭയങ്കര വേദനയുണ്ട് കേട്ടോ, എന്താന്നറിയത്തില്ല, നല്ല വേദനയുണ്ട്. മസാജ് ചെയ്തു, എക്സർസൈസ് ഒക്കെ ചെയ്തു, പക്ഷേ അങ്ങോട്ട് വ്യത്യാസം വരുന്നില്ല. കുറെ നേരം ആക്കുമ്പോ ശരിയാവും. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് കേട്ടോ, അഡ്വക്കേറ്റാണ്. ഓണത്തിന് എൻ്റെ അടുക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഉച്ച കഴിയട്ടെ അങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞില്ലേ, കണ്ടില്ല. പിന്നെ ഞാൻ ശരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വയ്യാഴിയൊക്കെ ആയിരുന്നു, ചോദിക്കാനും പറഞ്ഞു. പിന്നെ അവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഓണത്തിന് വരാന്ന്. എന്നെ തിരക്കുമെന്നൊക്കെ ചോദിച്ചോണ്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ടോ. ആക്സിഡന്റ് പറ്റി, പുള്ളിക്കാരി ആകെപ്പാടെ പഞ്ചറായിരിക്കുമായിരുന്നു. ആ വീഡിയോ ഞാനൊന്ന് കണ്ടെൻ്റെ പ്രിയങ്ങളെ. ഒരു ബസ് ഓവർടേക്ക് ചെയ്ത് ചെന്ന് കയറി ആയുസിന്റെ ബലം കൊണ്ടാണ് ആ കൊച്ചി രക്ഷപ്പെട്ടത്. സൈഡിൽ നമുക്ക് ഇടമില്ലാതെ നമ്മളിങ്ങനെ നിയന്ത്രണം വിട്ടു പോകത്തില്ല, അങ്ങനെ ചെന്ന് തലയും കുത്തിയാ വീണേക്കുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞ ആയുസിന് ബലം ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്നിട്ട് വണ്ടിക്കാരൻ നിർത്താതെയും പോയി. അപ്പൊ അഡ്വക്കേറ്റാണ്, അപ്പൊ അതനുസരിച്ച് അവർക്ക് പണി കിട്ടിക്കോളും. എന്നാലും ഞാൻ പറയുമായിരുന്നു കുഞ്ഞുങ്ങളുടെ ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പൊ എന്തോ വലിയൊരു അപകടമായിരുന്നു. അവിടെ CCTV വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇന്ന് കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഈ സംഭവം ഇതൊന്നും അറിഞ്ഞില്ല. ഇടയ്ക്ക് എന്നാ ഒന്ന് വിളിക്കണമെന്ന് മനസ്സിലോർത്ത്, ഞാൻ അന്നേരം മനസ്സിലോർത്ത് അത് അന്നേരം നമ്മൾ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ എനിക്കത് പിന്നെ ഒരു വിഷമത്തിനിടയാകും. പലപ്പോഴും ഞാൻ വിചാരിക്കുന്നതാണ്, എന്തെങ്കിലുമൊക്കെ മനസ്സിലിങ്ങനെ തോന്നും, ആരെങ്കിലും മിണ്ടണം,
വിളിക്കണം എന്ന് തോന്നുന്ന സെക്കൻഡിൽ അന്നേരം തന്നെ അതങ്ങ് ചെയ്യണം. അന്നേരം എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അത് മാറ്റി വെക്കും. അത് ചെയ്യാൻ വിഷമമായിപ്പോയി. എന്താ ചെയ്യാൻ? ഈ വണ്ടിക്കാർ, ഈ ടൂ വീലർമാരെ, പ്രത്യേകിച്ച് സ്ത്രീകൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ അവർക്കങ്ങ് ഭയങ്കര ഒരുമാതിരി എന്താ പറയുന്നത്, ഇച്ചിങ്ങ. കുറെ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടുവരും. എന്താക്കെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയാം. ഒരിക്കൽ മാറ്റി വെച്ചതൊക്കെ ഒന്നുകൂടെ നമ്മൾ അതിലേക്ക് എടുത്ത് ചാടാം എന്നുള്ള തീരുമാനത്തിലൊക്കെയാണ്. എന്താന്നൊക്കെ പറയാം കേട്ടോ. മോനിക്കുട്ടൻ്റെ സ്കൂളിൽ പോയി. കഴിഞ്ഞ ദിവസം PTA മീറ്റിംഗ് ആയിരുന്നു. തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ലേ. എന്നാൽ പിറ്റേന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം മോനിക്കുട്ടൻ പറഞ്ഞു ചെല്ലണ്ടെന്ന് പറഞ്ഞു. അന്ന് മീറ്റിങ്ങിന് ചെല്ലാഞ്ഞോണ്ട് സാറ് വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അതങ്ങ് മറന്നുപോയി. ഇന്നലെ വന്നറിഞ്ഞു ചെല്ലണം, സൈൻ ചെയ്യണമെന്ന്. മുത്തു വിളിക്കുന്നേ, മുത്തുമണി വിളിക്കുന്നു. ഹലോ. അതിനകത്ത് നിന്നിട്ട് ഇച്ചിരി ഉപ്പിട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കലക്കി എടുക്കണം. അതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കണ്ട. ഉപ്പും വെള്ളം ഒഴിച്ച് അത് കലക്കി എടുക്കണം. അത് ദോശക്കല്ല് ഒഴിക്കുന്ന ഒരു പരുവം അറിയാമല്ലോ. അത്ര കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് അങ്ങനെ ആക്കി എടുക്കണം. തക്കാളി ഉള്ളിയും എണ്ണക്കകത്തങ്ങ് വഴറ്റണം. അല്ല, സവാള ഇട്ടിട്ട് അതൊന്ന് വാടി വരുമ്പോ തക്കാളി ഇടണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ശരി. ഇന്ന് മുത്തിന് കഴിക്കാൻ ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തി. അതെങ്ങനെയാണെന്ന് ചോദിക്കാൻ വിളിച്ചതാണ്. പിന്നെ മോനിക്കുട്ടൻ്റെ കാര്യം പറഞ്ഞു. മോനിക്കുട്ടനപ്പം ഇന്ന് പരീക്ഷ പേപ്പറൊക്കെ സൈൻ ചെയ്യാൻ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മോനിക്കുട്ടന് EVS മാർക്ക് കുറവാണ്. സാറ് പറഞ്ഞു EVS കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, എഴുതിയിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് അവിടെ എന്തോ ഒരു കുട്ടികൾക്കായിട്ടുള്ള കുറേ മത്സരങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരുമാതിരി മോനിക്കുട്ടൻ്റെ ഹാൻഡ് റൈറ്റിങ് ടീച്ചർമാർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം അതിനകത്ത് പങ്കെടുക്കാൻ വന്നിട്ട് മോനിക്കുട്ടൻ സമ്മതിക്കത്തില്ല. എഴുതാൻ വയ്യാന്നും പറഞ്ഞോണ്ട് ഞാൻ പഠിപ്പിച്ച് വിടാന്ന് പറഞ്ഞു. അത് പങ്കെടുക്കണോ അതിന്? പിന്നെ എന്താ വിശേഷങ്ങള്? എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഞാന് ഒരു കമന്റ് വായിക്കും. നമുക്ക് സ്ഥിരം കമന്റ് ഇടുന്ന ഒരു ബിന്ദു ചേച്ചിയുണ്ട് കോഴിക്കോട്ടുനിന്ന് കേട്ടോ. ചേച്ചി ഇന്നിട്ട കമന്റാണ്: ഹായ് അമ്മക്കളി മുത്തേ മോനിക്കുട്ട. ഇന്ന് എൻ്റെ വീട്ടിൽ ജിൻസിയുടെ നാട്ടുകാരി വന്നിരുന്നു. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയാണ് കുട്ടിയുടെ വീട്. ഞാൻ അമ്മക്കളെ അറിയുമോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ വീടിനടുത്താണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്തോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ജിൻസിയെ കാണാൻ പറ്റാത്ത സങ്കടം കുറഞ്ഞതുപോലെ തോന്നുന്നു. ബിന്ദു ചേച്ചിയെ, നമുക്ക് ഒത്തിരി ദൂരെയായിപ്പോയി. എങ്ങനെ കാണാൻ പറ്റും? കാണാൻ പറ്റുമായിരിക്കും എന്നെങ്കിലും അല്ലേ. പിന്നെ ഇന്നെ കാണാൻ വന്നു, ഡയറി മിൽക്കൊക്കെ തന്നു എന്ന് പറഞ്ഞത് ദീപ്തിയാണ് കേട്ടോ. ദീപ്തിയാണ് മോള് മീനാക്ഷി. അപ്പോ എനിക്ക് എന്നും കമന്റ് ഇടുന്ന ഒരു അമ്മയുണ്ട്, രാഗിണി നമ്പ്യാർ എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ അമ്മ സ്ഥിരം എനിക്ക് എല്ലാ വീഡിയോസിലും വന്ന് കമന്റ് ഇടും ഒരുപാട് സ്നേഹത്തോടെ. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം സുഖമില്ലാതിരിക്കുവാണ്. അമ്മയുടെ കമന്റുകൾ കാണാഞ്ഞപ്പോൾ ഞാൻ ഓർത്തു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതിലൂടെ കിട്ടിയതാണ് റാണിയമ്മ. റാണിയമ്മയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ രണ്ട് അമ്മമാർക്ക് വേണ്ടിയിട്ടും എൻ്റെ പ്രിയങ്ങൾ പ്രാർത്ഥിക്കണം. അതേപോലെയുള്ള കുറേ പേരുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഇരിക്കുന്നെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാവർക്കും വേണ്ടിയിട്ടും പരസ്പരം പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ റാണിയമ്മയ്ക്കും രാഗിണിയമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. രാഗിണിയമ്മ ഒരു മെസ്സേജ് ഇന്നിട്ടിട്ടുണ്ടായിരുന്നു: ഹായ് മോളെ, അമ്മ എല്ലാ വീഡിയോയും കാണാറുണ്ട്. എനിക്ക് വയ്യായിരുന്നു, അതിനാൽ കമൻസ് ചിലപ്പോൾ ഇടാറില്ല. മോളെ ഒരിക്കലും അമ്മ മറക്കില്ല കേട്ടോ. മുത്തിൻ്റെ വിവരം എന്തൊക്കെയാണ്? സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. മോനുവിന് ഉമ്മ, സ്നേഹത്തോടെ അമ്മ. മോനുകുട്ടൻ സുഖമായിട്ടിരിക്കുന്നു, മുത്തും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ.
ഇല്ല, ഇന്നലെ ഞാൻ ചൗച്ചവ് ഉണ്ടാക്കുന്ന വീഡിയോ, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒത്തിരി പേര് കമൻ്റൊക്കെ ചൗച്ചവ് കണ്ടിട്ടില്ലാത്തവരും ഉപയോഗിച്ചിട്ടില്ലാത്തവരും ഒക്കെ ഉണ്ട്, ഞാൻ മാത്രമല്ല. അപ്പോൾ അതിനകത്ത് എനിക്കൊരു കോമഡി കമൻറ്റ് പറഞ്ഞു, ഞാൻ വായിക്കട്ടെ. ഇതിന് വയനാട്ടിൽ നമ്മുടെ ഒരു സ്വകാര്യ ഭാഗത്തിന്റെ പേര് കൂട്ടി മുളച്ചി എന്നാണ് പേര്. വേലിയിലും പറമ്പിലും ഒക്കെ ഇത് ധാരാളമുണ്ട്. ഞാൻ ആ കമന്റ് വായിച്ചപ്പോൾ സ്വകാര്യ ഭാഗത്തിന്റെ പേരെന്താണെന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. അപ്പൊ എനിക്ക് അതിനകത്ത് മറുപടി ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത് പറയാൻ കൊള്ളാം എനിക്ക് അറിയത്തില്ല. എന്നാലും നമ്മൾ മീശമാധവനകത്ത് പറയത്തില്ലേ, സർക്കാർ കടലാസിൽ ഇത് ഞാൻ എങ്ങനെ എഴുതും എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ, അതാണ് സ്വകാര്യ ഭാഗം. അപ്പൊ അത് എഴുതിയിട്ട് മുളപ്പൻ, അങ്ങനെയാണ് അതിന്റെ പേര് കേട്ടോ. വായിക്കിൽ നിന്നാണ് കിളിർത്ത് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ചൗച്ചവിന്റെ ഒരു എത്രമാത്രം ചൗച്ചവ് പ്രശസ്തനാന്ന് ഓർത്തോണം. അപ്പോൾ സർക്കാർ കടലാസിൽ അതെങ്ങനെ വേണേലും എഴുതാം, പക്ഷെ ഇവിടെ വന്നിരുന്ന അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരിനെ കളിയാക്കും. എന്നാലും എനിക്ക് ചിരി വന്നത് കൊണ്ടാണ് ഞാനത് പങ്കുവെച്ചത് കേട്ടോ. എന്തൊക്കെയാണോ ഇന്ന് ഞാൻ ചിക്കൻ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നതല്ല, പക്ഷേ എന്താ നമ്മൾ കുഞ്ഞനപ്പത്തിന്റെ മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുഞ്ഞനപ്പത്തിന് മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് ഉണ്ടാക്കി അന്നത്തെ ദിവസം മുട്ടക്കറിയായിരുന്നു. അപ്പം കുഞ്ഞനപ്പത്തിന്റെ കൂടെ എനിക്കിഷ്ടം ചിക്കൻ കറിയാണ്. അപ്പൊ ഇച്ചിരി ചിക്കൻ കറി അതിന്റെ കൂട്ടത്തിൽ കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയത് കൊണ്ട് ചിക്കൻ മേടിച്ചതാട്ടോ. വെള്ളക്കറിയിലെ ചിക്കൻ, അതും കുഞ്ഞനപ്പം സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് അത്താഴം കഴിച്ചാലോ? ഇന്ന് ഇച്ചിരി നേരത്തെ കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കട്ടെ. അതിനു മുമ്പ് അത്താഴം അങ്ങ് കഴിക്കാം. അമ്മ കഞ്ഞിയൊക്കെ കുഴിച്ചിട്ടാ വന്നേന്ന് പറഞ്ഞ് അമ്മയ്ക്ക് അത്താഴം വേണ്ട, മോനുകുട്ടനും ഞാനും കൂടെ കഴിക്കട്ടെ. ഞാൻ എൻ്റെ കൂട്ടുകാരികൾ വന്നെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ ജ്യൂസ് കുടിക്കാനൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഷോർട്ട് വീഡിയോ ചിലപ്പോൾ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് ഷോർട്ട് വീഡിയോ വരും. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ചെറിയ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, ഒരുപാടൊന്നും എടുത്തില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ കൊച്ചു സന്തോഷം കുറച്ച് ഒരു 2-3 മിനിറ്റ് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അത് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കാം കേട്ടോ. അപ്പം എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും ഒരു സന്തോഷമാവുമല്ലോ. ഒന്ന് കാണണമെന്നൊക്കെ, എല്ലാവരെയും കാണണമെന്നൊക്കെ ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് എല്ലാം നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിനകത്ത് ചേർത്തേക്കാം കേട്ടോ. ഞാൻ കാണാറുണ്ട്. സമയമില്ല. ഞാൻ എന്തായാലും ഞാൻ പിന്നെ ആലോചിച്ചു ലൈഫ് അടിച്ചിട്ട് ലൈഫ് ഞാനിപ്പോ വണ്ണാണ് കൂടിയിരിക്കുവോ. പക്ഷെ ഇപ്പോഴാണ് ഷൈൻ റോസ് ക്ലിയർ ആയിട്ട്. അതെ, ഇപ്പൊ എന്താ വെച്ചോക്കൻ. പിന്നെ ഒരു പാവ എവിടെ?
ഇതല്ലേ ആ പാവം വെച്ചോണ്ട് കൈ വെച്ചടിച്ചാണ് അതിന്റെ കാലൊടിഞ്ഞു. കേട്ടോമ്മ, ആ പാവം വെച്ചില്ലേ കൈ വെച്ച് ഇനി ഒറ്റ അടി അടിച്ച് വിത്തിയെ പോയ ഒറ്റ വീഴത്തില്ല, കാലൊടിഞ്ഞു. അമ്മേ ഒരു കാര്യം പറഞ്ഞോട്ടെ, രണ്ടാം വലിയ സ്പൈഡർമാൻ ഉണ്ടാണ്. ഒന്നുമില്ല, 1 മണിക്കൂറായി, 1 മിനിറ്റായി. വെള്ളച്ചോറില്ല, എന്നും വെള്ളച്ചോറ് കഴിക്കാൻ പറ്റുമോ? കുത്തരിച്ചോറാ കഴിക്കേണ്ടത്, വല്ലപ്പോഴും ഒക്കെ വെള്ളച്ചോറ് കഴിക്കാം കേട്ടോ. നമുക്ക് ചോറുണ്ണ. ഇന്ന് കുത്തരിച്ചോറാണ്. ചോറും മടിച്ച് രസവും ഇന്ന് ഇച്ചിരേറെ ഞാൻ എടുക്കും കേട്ടോ. വേറെ കറിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. മീൻ വറുത്തതെടുത്തു. ഇനി ലേശം ചമ്മന്തിപ്പൊടി. അത്താഴം ഫിനിഷ്. അപ്പോൾ എന്നത്തെ പോലെ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിന് സന്തോഷം അറിയിക്കുന്നു കേട്ടോ. പിന്നെ നാളെ കാണാം. ഓക്കെ, ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.